വിചാരിച്ചത് ശവപ്പെട്ടിയൊക്കെ വിൽക്കുന്ന കടയാണെന്ന് കേട്ടോ. ലാസ്റ്റാണ് മനസ്സിലായത്. അവളെ ഇന്ത്യയെ കുറിച്ച് പറയാം കേട്ടോ. കശത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന്. നമ്മുടെ കശ്മീരിലെ ദാൽ ലേക്കൊക്കെ പോലെയാണ്, പക്ഷെ ഇവിടെ കുറച്ച് വൃത്തി കുറവുണ്ടെന്നേ ഉള്ളൂ. ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വെറുതെ കളിയാക്കലാണ് കേട്ടോ. എന്നിട്ട് ഞാനും ആ ചേച്ചിയുടെ വാഷ്റൂമിന്റെ, അതായത് നമ്മുടെ നാട്ടിലെ ഇവിടത്തെ 300 സോളസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 8000. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയി. എൻ്റെ 3 ദിവസത്തേക്കുള്ള ബോട്ട് യാത്രയ്ക്ക് ഇവിടെ അന്ത്യം കൊള്ളുകയാണ്. നമ്മുടെ ഡക്കിലുള്ള ആളുകളെല്ലാം ഹാമോക്കൊക്കെ ഊരി പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കാരൊക്കെ വന്ന് വിളിക്കാൻ വേണ്ടി വന്നു. ആലിംഗനവും സ്നേഹപ്രകടനവും ഒക്കെ കാണാമായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ പോർട്ട്. ഞാനിനി പോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങണം. അവരെല്ലാവരെയും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ 3 ബോട്ടുകളാണ് കേട്ടോ അടുക്കി കിടക്കുന്നത്. ഗ്രസിയാസ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇക്കിത്തോസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ടൗണാണ്, പക്ഷെ വലിപ്പമാണ് കേട്ടോ. ആമസോണിലെ വൺ ഓഫ് ദ ഒരു വലിയൊരു ടൗണാണ് ഈ കാണുന്ന ഇക്കിത്തോസ് എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ഒരുപോലെ തന്നെയാണ്. ഇവിടെ നല്ല അത്യാവശ്യം ചിലയിടങ്ങളിലൊക്കെ ഇതുപോലുള്ള നല്ല റോഡുകളും സംഭവങ്ങളും ഉണ്ട്. അതാണ് കേട്ടോ വ്യത്യാസം എന്ന് പറയാനായിട്ട്. പിന്നെ വലിയ പോർട്ടാണ്. പെറുവിൻ്റെ മറ്റ് പല ഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് വഴി. ഇവിടുത്തെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ. മൂവിൽ ഈ കാണുന്നത് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് എന്താണ് കേട്ടോ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൂഡിൽസ്, റൈസ്, പ്ലാന്റൈന്. ഞാൻ രാവിലെ തന്നെ ഇവരുടെ പ്ലാസയിലോട്ട് വന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സെൻട്രൽ പ്ലാസയാണ് കേട്ടോ. ഇവിടെ ആരുടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നടുക്കുള്ള ഒരു സിറ്റി ടൈൽസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലം. എനിക്കൊന്ന് ഇവിടെ ഉള്ള സിറ്റിയിലുള്ള എല്ലാ പോലീസുകാരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഡ്യൂട്ടി ഇവിടെ പോലീസുകാരെല്ലാം നിൽക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുവാണ് കേട്ടോ. അവരുടെ പേരൊക്കെ വിളിച്ച് എന്തൊക്കെയോ പരിപാടി നടക്കുവാണ്. അവിടെ കാര്യം നടക്കട്ടെ. എനിക്കതിങ്ങനെ റെസ്റ്റോറൻറ്റ് കണ്ടെത്തണം, അതാണ് എൻ്റെ പ്ലാന്. എൻ്റെ കയ്യിലൊരു വെള്ളക്കുപ്പിയും ഒരു പപ്പായയുണ്ട്, അതും കഴിക്കണം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പള്ളി, ല ഇൻ മക്കൂലാദ. ഇവിടെ നമ്മുടെ വെർജിൻ മേരിയുടെ ഒരു സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പള്ളി ക്ലോസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ അകത്തോട്ടൊന്ന് കയറി പോവായിരുന്നു. Nosotros decimos que andes con cuidado porque pensamos que como andas solo, de repente te puede pasar algo. ഞാൻ രാവിലെ നടന്നു വന്നപ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവിടെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് ശവപ്പെട്ടിയൊക്കെ വിൽക്കുന്ന കടയാണെന്ന് കേട്ടോ. 1 മണിക്കൂറോളം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ലാസ്റ്റാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു എന്ന് കേട്ടോ. ഞാൻ ഷോക്കായി പോയി കേട്ടോ. ഞാൻ ഇത്രയും നേരം വിചാരിച്ച് ശവപ്പെട്ടി കടയെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ വിഷമത്തിൽ. എൻ്റെ അടുത്ത് പറയുന്നുണ്ടില്ലേ, നീ നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല, എല്ലാവരും വെൽക്കമാണ്. പുള്ളിക്കാരൻ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് പറയുന്നു കോഫി വേണോ ഡ്രിങ്ക് വേണോ. അപ്പം ഞാനിപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ കോഫി കുടിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ, അവരിങ്ങോട്ട് ഓഫർ ചെയ്തതാണ്. അപ്പം പറഞ്ഞില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറയുകയാണ് കേട്ടോ, പുള്ളിക്കാരൻ്റെ കൂടെ സ്റ്റേ ഇവിടെ സ്റ്റേ ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി നല്ല സ്നേഹം. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കുടിച്ച് കൂസായിട്ടിരിക്കുകയാണ്. ഇത് വേറെ കുടിച്ച് കൂസായിട്ടിരിക്കുന്നത്. അമീഗോ No sabemos ni qué hablan. Repito. മീഡിയമാ. എൻ്റെ ഭാഷയെ കുറിച്ച് മലയാളത്തിനെ കുറിച്ച് പറയുക. ഇവിടെ എൻ്റെ കോഫി വന്നതേ ഉള്ളൂ. കോഫിയിൽ ഇത്രയും വലിയ കോഫി കേട്ടോ. കോഫി വന്നപ്പം ഒരു ഈച്ച ചാടി. ഓക്കെ പുള്ളിക്കാരെ ഈച്ച എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ നടക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മൂച്ചോ ഗ്രാസിയാസ് ജാങ് എന്നാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ പേര്. നോസ് വേമോസ്
പുള്ളിക്കാരൻ കുടിച്ച് കിറക്കിട്ടിരിക്കുകയാണ് കേട്ടോ. നോസേമസ്, ഇതാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ അച്ഛൻ്റെ അടുത്തും. ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയൊക്കെ വന്നിട്ട് അച്ഛൻ്റെ തലയിൽ മുത്തും. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഇവർ കുടിച്ചിലൊക്കെ ഇവര് എന്തൊക്കെ പറയാ. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലുള്ള മോട്ടോ ടാക്സികൾ മാത്രമേ ഉള്ളൂ. നോക്കി എത്ര എണ്ണമാണ് എല്ലായിടത്തും കേട്ടോ. ഇവിടെ പോലീസ് ട്രെയിനിങ് എന്തോ ആണ് കേട്ടോ. അയ്യോ ഇപ്പൊ ഇടിച്ചേനാ. ഇന്ത്യ ഇന്ത്യ. ഇവിടെ കോമഡിയാണ് കേട്ടോ. ബൈക്ക് കുറവാണ്, ഫുൾ ഇതാണ്. Colombiano. Muchas gracias, amigo. Nos vemos. പാവം കേട്ടോ. എന്നെ പുള്ളിക്കാരൻ ഇവിടം വരെ കൊണ്ടാക്കി. ഞാനിവിടെ ഒരു ഹോസ്റ്റലിലോട്ട് വന്നതാണ്. ഇവിടെ ഒരു ഫ്രണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സുഹൃത്തിനെ കാണാനായിട്ട് വന്നു. ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്നത് വലിയൊരു പാലമാണ് കേട്ടോ. അപ്പുറത്തുള്ള ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. ഈ കാണുന്നത് നമ്മുടെ ഒരു ഫ്രഷ് വാട്ടറാണ്. ആ കാണുന്ന ഭാഗത്ത് കളർ മാറ്റം കണ്ടോ, അത് ആമസോണാസ് ആണ്. അതുകൊണ്ടാണ് കലക്ക് വെള്ളം. ഇത് ഒരു ഫ്രഷ് വാട്ടർ. ഇത് ആമസോൺ കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് തന്നെയാണ്. ബട്ട് നല്ലൊരു നീല വെള്ളമാണ് കേട്ടോ. ഇവിടെ അപ്പുറത്ത് നമ്മുടെ കലക്ക് വെള്ളമാണ്. ഇവിടെ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. അതായത് ആമസോൺ നദിയുടെ അകത്ത് കുറേ വില്ലേജുകളുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിരിക്കുന്ന ആളുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇതാണ് നമ്മുടെ ആമസോൺ നദി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ. അവിടെയാണ് ഈ കാണുന്നതെല്ലാം കുറേ ലോഡ്ജുകൾ, പാർക്കുകൾ, കുറേ ഗൈഡുകൾ ആമസോണിൻ്റെ അകത്ത് ആളുകളെ കൊണ്ടുപോകും കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ കാണിച്ച ഫ്രഷ് വാട്ടറിൻ്റെ ഇത് ആമസോൺ നദി. ഈ കാണുന്ന റിവറാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ മുഴുവൻ ടൂറിസ്റ്റുകളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ബോട്ടൊക്കെ എടുക്കാനായിട്ട് ഇവിടെ കുറേ ചിത്രങ്ങൾ. ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ പ്രാദേശിക ഭക്ഷണങ്ങളൊക്കെ. ഹോലാ ഇരിക്കുന്ന ഇവിടുത്തെയൊക്കെ പെറുവിലെ ആൾക്കാരാണ് കേട്ടോ. ഇവിടുത്തെ അഡിയോസ്. ഇവിടെ നമ്മുടെ കുറേ ചിത്രങ്ങൾ, കുറേ ചുമർ ചിത്രങ്ങളുണ്ട് കേട്ടോ. ആമസോണുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചുമർ ചിത്രങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന സംഭവം ഇവിടെ നമുക്ക് വെള്ളത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അവരെന്തോ ഉണ്ടാക്കണം കണ്ടില്ലേ. ഈ കാണുന്ന സ്ഥലത്ത് എന്തോ അടിക്കൂന്നേ, അവരടിക്കുന്നില്ല, കാര്യം പറഞ്ഞോണ്ടേ. അതാ ഇവിടെ ഫുള്ള് മീന്, നമ്മുടെ പഴം. ഈ കാണുന്ന ഒരു ഏരിയ മുഴുവൻ തന്നെ ഭക്ഷണത്തിൻ്റെതാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ സുവനീർസ്, കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇതിൻ്റെ മുകളിൽ കയറിയ ഒരു ചെറിയ വെള്ളത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആമസോണിലുള്ള ചെറിയ മൃഗങ്ങളാണ് കേട്ടോ. പന്നി, ഇതുപോലുള്ള മൃഗങ്ങൾ. ഈ കാണുന്ന ഫ്രൂട്ട് ഞാൻ ബോട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. ഈ കാണുന്ന തേങ്ങ പോലത്തെ സാധനം കണ്ടായിരുന്നു, കഴിച്ചില്ല. ഇത് പഴം പോലെ ഇരിക്കും. ഇതെന്ത് കായ്കനിയാണെന്തോ കേട്ടോ. ഗ്രാസിയാസ്. ഇവിടെയും കുറേ കായ്ക്കനികളുണ്ട്. ഞാനിവിടെ ഒരു പപ്പായ കടയുടെ അടുത്ത് നിന്നിട്ട് പപ്പായയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലായിടത്തും ഇതുപോലത്തുള്ള ജ്യൂസുകളുണ്ട്, ടപ്പിയൊക്കെ വെച്ചുണ്ടാക്കിയത്. ഈ കാണുന്നത് ഇതും എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കപ്പക്കിഴങ്ങൊക്കെ പോലുള്ള എന്തോ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ തേങ്ങയിലുള്ള പുഴു നോക്കിക്കേ, പുഴുവാണ് കേട്ടോ ഈ കാണുന്നത് കഴിക്കാനായിട്ട്. ഇവിടെ മീൻ. വെൽക്കം ടു ബൊലെ വിസ്ത നനായി. ഈ സ്ഥലത്തിനെ പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഒരു എൻട്രൻസ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്നത് മറീന, കുറേ ബോട്ടുകൾ. നമുക്ക് ഗൈഡുമായിട്ട് ആമസോൺ ജംഗിലൊക്കെ പോവാം. ഇവിടെ എൻ്റെ ആദ്യത്തെ ദൗത്യം സിം എടുക്കുക എന്നുള്ളതാണ്. കൊന്തോ ഈ കാണുന്നതാണ് ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഒരു ആമസോൺ നദിയുടെ മുകളിലൂടെ മുകളിലൂടെ പണിത് വെച്ചിരിക്കുന്ന ബ്രിഡ്ജ്. സൂതാലേത്. അവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഓട്ടോ പിടിച്ച് പോവാം. വെറുതെ എന്തിനാ. സോ കറങ്ങി. അത്രയും വലിയ ബ്രിഡ്ജ് കേട്ടോ. എൻ്റെ അമ്മോ, നല്ല നീളമുള്ള ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇവിടേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, വീടുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവിടെ എല്ലായിടത്തും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവർ ഇതിലേക്കൂടെ കേരളമായിട്ട് നടന്നു പോകുന്നത്. അറിയാതെ വല്ലതും മറിഞ്ഞു വീണാൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ വീഴും കേട്ടോ.
എൻ്റെ അമ്മോ, അവരുടെ അവസ്ഥ ബ്രിഡ്ജ് വന്നുകൊണ്ട് ഇതിലേക്കൂടെ ചാടണം കേട്ടോ. അവർക്ക് അടുത്ത കുട്ടിയും കൊണ്ട് അമ്മുമ്മയൊക്കെ ചാടുന്ന നോക്കിക്കേ. ഇവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആണ് കേട്ടോ. എന്ത് നല്ലതുപോലെ നിന്ന് ക്യാമറ എടുക്കാൻ വേണ്ടി തരുന്നത്. എനിക്കൊന്നും ലാറ്റിൻ അമേരിക്ക എല്ലാ രാജ്യവും, US വലിയ പ്രശ്നമായിരിക്കാം, ബട്ട് ലാറ്റിൻ അമേരിക്ക എല്ലായിടത്തും ഒരു കുഴപ്പമില്ല. ആഫ്രിക്കൻ പല രാജ്യങ്ങളിലാണെങ്കിൽ അവർ കല്ല് വാരി എറിയും കേട്ടോ. എല്ലാ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും അല്ല, മിക്ക പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും അവർ കല്ല് വാരി എറിയും. ക്യാമറ എടുക്കുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു സംഭവമായിട്ട് നോക്കും. ബസ്സിൽ കയറി. ഈ കാണുന്നതാണ് കേട്ടോ ബസ്, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നല്ല ചൂട്. ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ കണ്ടില്ലേ, എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ അതേ ചെടികളൊക്കെയാണ് കേട്ടോ ഇവിടെ വീട്ടുമുറ്റത്ത് കാണുന്നത്. എല്ലായിടത്തും ഈ കാണുന്ന ചെടിയൊക്കെ, ഈ കാണുന്നതായാലും ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് പോകാൻ തന്നെയാണോ ഈ ബസ് കിടക്കുന്നത്. അവിടെ വരുന്ന ആളുകളെല്ലാം ഇവിടെ ഫ്ലവറും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പൂവുകൾ, മരണത്തിന് വന്ന ആൾക്കാരെല്ലാം ഇവിടെ, എല്ലാ ആൾക്കാരും അവരുടെ കയ്യിൽ ഓരോ പൂക്കളായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിനും മരണത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ ബസ് അറേഞ്ച് ചെയ്യുന്ന പോലെയാണ് ഇവിടെയും ബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ, വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ പോകാനായിട്ട്. ഇവിടെ ഓരോ ആളുകളായിട്ട് പൂവൊക്കെ കൊണ്ടു കൊടുക്കുവാണ് കേട്ടോ. ശവപ്പെട്ടിക്ക് അവർ മൃതദേഹത്തിന് പോയി ആദരാഞ്ജലി അർപ്പിക്കുവാണ്. ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മൃതദേഹം കൊണ്ടുപോകാനായിട്ട് കാറ് എന്തോ റെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ റെൻ്റ് കാറ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ കാറിന് വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ. ഞാൻ ഇവരുടെ കൂടെ കൂടി കേട്ടോ, ഇവരുടെ ഒരാളായി മാറിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഈ കാണുന്ന കാറാണ് കേട്ടോ ഇവർ റെൻറ്റിന് എടുക്കാൻ വേണ്ടി വന്നത്. ഇതിന് നമ്മുടെ നാട്ടിൽ 8500 രൂപ അടുപ്പിച്ച് കൊടുക്കണം ഒരു ദിവസത്തേക്ക് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ 300 സോളസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 8600 അത്രയും രൂപ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാശിന് വില ഉണ്ട്, പെറു കാശിന്. കൊളംബിയൻ കാശിന് അത്ര വിലയില്ല. നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഒരു സോളസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 30 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടിയിൽ വേറെ വണ്ടി വന്നു കേട്ടോ, നമ്മുടെ മൃതദേഹം വെക്കാനായിട്ട്. 1 2 3 4 ബസ് ഉണ്ടല്ലോ പോവാനായിട്ട്. കൊണ്ടുപോയി ഇവിടുത്തെ ഒരു വലിയൊരു ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു മോളാണ് കേട്ടോ. ബസ്സിന്റെ ബാക്കിലുള്ള പുക, എൻ്റെ അമ്മ എന്തൊരു പുകയായിരുന്നെന്നത്. നമ്മുടെ പറക്കും തളികയിലെ ദിലീപിന്റെ ബസ് പോലെ നമ്മുടെ ബസ്സുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്യൂണറൽ പ്ലേസ്. അവർ മൃതദേഹം നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുക്കുവാണ്. പൊതുവേ ഞാൻ പോകുമ്പോൾ പലയിടത്തും മാച്ച് ആവാറില്ല. ഇവരുടെ ബന്ധുക്കളെല്ലാം കറുത്ത ഡ്രസ്സാണ് കേട്ടോ ഇന്ന് തയ്ക്കുന്നത്. പതിവല്ലാതെ ഞാനും മാച്ചായി കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട്.
ഇവിടെ എല്ലായിടത്തും ഓരോ സെമിത്തേരികളാണ്. ഇവിടെ ശവത്തിന് നമ്മുടെ ശവപ്പെട്ടി വെച്ചിട്ട് ഇവിടെ എന്തോ പ്രാർത്ഥന എന്തോ ഉണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ശവക്കല്ലറ ഉണ്ടല്ലോ ഇവിടെയാണ് കേട്ടോ അടക്കുന്നത്, തറയിലല്ല എന്ന് തോന്നുന്നു. ചിലപ്പം തറയിലായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്താണ് കേട്ടോ അടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലുള്ള രീതിയിലുള്ള ശവക്കല്ലറ നിങ്ങൾക്ക് അറിയായിരിക്കും, പല ഭാഗത്തും ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. Simplemente nuestro corazón se llena de un inmenso vacío y de una profunda tristeza al saber que no volveremos a ver a ese Tú estás aquí, tu gran amor, tú estás. Aunque mis ojos no te pueden. El Señor es contigo y bendita tú eres entre todas las mujeres y bendito es el fruto de tu vientre, Jesús. Santa Señor, mira el Señor. ഇവിടുത്തെ പ്രധാന ഡ്രിങ്ക്സ് ഇതാണ് കേട്ടോ. ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ട് അവരത് ചുപ്പി ചുപ്പി കുടിക്കും. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. നല്ല വെയിൽ. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആലോചിക്കുകയാണ് സത്യത്തിൽ ഇവിടെ നിൽക്കണമെന്ന് കേട്ടോ. കാരണം ഇവർ കരച്ചിലും വീഴ്ചിലും എന്തോ രാവിലെ അവർ ഓക്കെ ആയിരുന്നു കേട്ടോ, പക്ഷേ ഈ മരണത്തിന് പോയതിന് ശേഷം അവർ കരച്ചിലും വീഴ്ചിലും യെസ്. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് നല്ല സ്നേഹവും കാര്യമാണ്. ഇവിടെ വീട്ടിൽ വരുമ്പോഴുള്ള ആചാരം ഒന്ന് എല്ലാവരും ഒരു കുപ്പി പൊട്ടിച്ചിട്ട് വൈനെന്തോ ആണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇനി ബിയറാണല്ലോ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ബിയറിൻ്റെ കൂടെ ഇവരെന്നെ ബിയർ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചോളെ. ഇവിടെ നമ്മുടെ ചോറ്, കുറച്ച് പൊട്ടാറ്റോ ചിപ്സ്. ഞാൻ വൈകുന്നേരം വീട്ടിലിരുന്ന് തളർന്നു. അവരവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴിയിൽ നടന്നു വന്നപ്പോൾ ഇവിടെ ഇതുപോലുള്ള ചെയറാണ് കേട്ടോ, പ്രസിദ്ധമായിട്ടുള്ള ചെയർ. ഇങ്ങനെ ചാരുന്ന ചെയറുകൾ ഇത് ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. ഈ കാണുന്ന ചെയറുകൾ ഇവിടെ ഇന്ന് ലൈവായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു കേട്ടോ. പടപടയെ ഷടപടയെന്ന് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഓ ഊനോ കസേര കോന്തോ ദിനാറോ കോന്തോ 200 110 ഇത് 110. ഇതെത്രയായിരുന്നു മറന്നുപോയി. കൊന്തോ 200 പൈസ 220 കേട്ടോ. 220 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 6000 രൂപ അടുപ്പിച്ച് വരുമല്ലോ. ഞാനിവിടെ വൈകിട്ട് നടക്കാനായിട്ട് വന്നപ്പോഴുള്ള മാർക്കറ്റാണ്. ഇതെല്ലാം കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവര്. നമ്മുടെ പ്ലാത്തനോ, നമ്മുടെ പഴങ്ങള്, ഇതാ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ ഫുള്ള് പഴത്തിൻ്റെ കച്ചവടമാണല്ലോ. എൻ്റെ ഇവിടെ ഒരു സുഹൃത്തുണ്ട്. ഞാനും അവളോട് hola amigo. No mucho bien. No hace mucho bien. No, para nosotros sí, para... Pero bien, ya, sí.
നോ പ്രോബ്ലം മാം. ഫെലിസ് 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 നോസ് വേമോസ് അഡിയോസ്. ഇതെല്ലാവരും കുടിച്ച് കെട്ടുകണക്കിനിരിക്കുകയാണ്. ഇവിടെ മുളക് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മാർക്കറ്റ്, ഓറഞ്ച് ആണ് ഇവിടുത്തെ മുട്ടപ്പഴം. എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ്. ഞാൻ അതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചതാ. ഈ സാധനമാണ് കേട്ടോ. പിന്നെ പഴം ഇവിടെ കണ്ടില്ലേ, മുളക്, നമ്മുടെ നാട്ടിലെ മുളക് ആ കാണുന്നത്. ഇവിടെ വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ, ലൈവ് മാർക്കറ്റ്. ഇവരെല്ലാം നല്ല പ്രൈസിന് ഇവിടെ കിട്ടും കേട്ടോ. ഞാനിവിടെ വന്നു, എൻ്റെ അമ്മ വൈകുന്നേരമുള്ള തിരക്ക് നോക്കിക്കുക ഇവിടുത്തെ. എൻ്റെ പടച്ചോനെ, മാർക്കറ്റിലെ തിരക്ക്. ഇവിടെ നമ്മുടെ മറക്കാതെ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ മാർക്കറ്റിലോട്ട് പോകുന്ന വഴി ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഈ ഓട്ടോകൾ കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്, ഈ കാണുന്നത് വലിയൊരു മാർക്കറ്റാണ് മോനെ. ആ മാർക്കറ്റിന്റെ മുന്നേ ഉള്ള ഒരു ചെറിയൊരു കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ മുകളിൽ mi idioma bien? Bien, ¿entiendes bien? Muy bien. ¿Qué tiempo? Tu nombre? Mi nombre es Luz. ഇതാണ് ലൂസ്, ബൊളീവിയക്കാരിയാണ് കേട്ടോ ലൂസ്. അമീഗോ അമീഗോ അമീഗോ. Hola. ¿A dónde vas? Okay. Mi ¿Qué? ¿Qué novia? Mi no novia. എന്റെ ഗേൾഫ്രണ്ട് എവിടെയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് പുള്ളിക്കാരെ. അവിടെ പുള്ളിക്കാരൻ പോയാട്ടോ. ഈ കൊച്ചു ബസ്സും ഈ കാണുന്ന വൃത്തിയില്ലാത്ത റോഡൊക്കെ കാണുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ കൊൽക്കത്തയെ പോലെ കേട്ടോ. കറക്റ്റ് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് വന്നതുപോലെ. മിസ്മോ ഇന്ത്യ. Es parecido a la India. Sí. Que me comenta. Norte de India. Norte de India. No mi lugar. O diferente. Todo diferente. കറക്റ്റ് അല്ലേ? നമ്മുടെ ഒരു കൊൽക്കത്തയോ എന്താ പറയുക, ഏതോ ഒരു സ്ഥലം കണ്ടില്ലേ, ഇതുപോലത്തെ ഉള്ള ഓട്ടോകള്, ചക്കടകള്, സ്ട്രീറ്റ്, കുറേ കടകള്, ഷോപ്പിങ്. ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ ഗേൾഫ്രണ്ട് എവിടെയെന്ന് ചോദിച്ചു. അതായത് ഞാൻ ഈ ബോട്ടിലെ ഒരു ചേച്ചിയുമായിട്ട് നല്ല കമ്പനിയായ കേട്ടോ. പുള്ളിക്കാരൻ ഉടനെ വന്ന് പറയില്ലേ, കുരുകുരിക്കണം. പുള്ളിക്കാരൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പറയൂലേ ഒരു സദാചാരം. പുള്ളിക്കാരൻ വന്നിട്ട് നിന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വെറുതെ കളിയാക്കലാണ് കേട്ടോ. എന്നിട്ട് ഞാനും ആ ചേച്ചിയുടെ വാഷ്റൂമിൻ്റെ അവിടെ പോയപ്പം ഈ പുള്ളിക്കാരൻ വന്ന് ഒരേ ഇങ്ങനെ ഒളിഞ്ഞോട്ടും കേട്ടോ. നമ്മളവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ വെറുതെ കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ടോണ്ടിരിക്കുന്നതാണ്. വെറും സദാചാരം. പിന്നെ ആ ചേച്ചി പോയിട്ട് എല്ലാ ആൾക്കാരും അടുത്ത് പറഞ്ഞു ഇയാൾക്ക് എന്ത് വേറെ പണിയില്ലേ, വട്ടാണോ, സദാചാരക്കാരനാണെന്ന് പറഞ്ഞിട്ട്. പൊതുവെ ഇവിടെ സദാചാരക്കാർ കുറവാണ് കേട്ടോ മാർക്കറ്റ് ഏരിയ. കറക്റ്റ് നോക്കിക്കേ, വയറിങ് കമ്പി, ട്രാഫിക്, തിരക്ക്, തിക്ക്. കറക്റ്റ് ഇന്ത്യയല്ലേ നമ്മുടെ. ഞാനിനി മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ മാർക്കറ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഷൂസ്, ചെരുപ്പ്. ഇവിടെ ധാരാളം കണ്ടെയ്നറുകൾ. പിന്നെ ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അകലെ നൗത്ത എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് റോഡ് കണക്ടിവിറ്റി. ധാരാളം കണ്ടെയ്നറൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ധാരാളം സാധനങ്ങളുണ്ട് കേട്ടോ. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, വെൽ കണക്റ്റഡ് ആണ് വാട്ടർ വഴി. എൻ്റെ ലൂസിൻ്റെ അവിടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ ഞാൻ മടുത്ത് കേട്ടോ. ലൂസ് വന്നു ചോദിച്ചു, പുള്ളി പറഞ്ഞ പൈസയ്ക്ക് അപ്പം തന്നെ ലൂസ് താണ്ടേ പൈസ എടുക്കുക. ഞാനായിരുന്നെങ്കിൽ അതിപ്പോൾ പകുതി വിലയ്ക്ക് വാങ്ങിച്ചേനെ. എൻ്റെ ലൂസ് ആണെങ്കിൽ സെയിം പ്രൈസിന് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഓഫർ എന്ന് പറഞ്ഞ് ഈ ടീഷർട്ടിന് 10 സോളസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 300 രൂപ. ഇവിടെ കുറേ ആളുകൾ ഷോപ്പിങ്ങിനായിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളുടെ ജട്ടി, സ്ത്രീകളുടെ ഇതുകൾ. വാവ്, ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി കേട്ടോ ഈ മാർക്കറ്റ്. ഇങ്ങനെ നിര കിടക്കുന്ന മാർക്കറ്റാണ്. ഇവിടെ ഓൾമോസ്റ്റ് അടയ്ക്കാറായി. അങ്ങോട്ട് സ്ട്രീറ്റ് ഫുഡ് ഭക്ഷണങ്ങൾ, ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ. പിന്നെ ഈ കാണുന്ന ഫുള്ള് നമ്മുടെ നാട് പോലെ തന്നെയാണ്. വൃത്തികേടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെയും പലയിടത്തും ഉണ്ട് കേട്ടോ. മിസ്മോ മീ ലുഗാർ മീ പൈസ് മിസ്മോ ഇന്ത്യ സി
അവള് ഇന്ത്യയെ കുറിച്ച് പറയുകയാണ് കേട്ടോ. കശത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന്. Se ven los videos. No, videos. Sí, no todo. Poquito. Ah, Poquito AI. Intelligence, artificial intelligence. Poquito. Correct. está bien. Entonces, Yeah. vamos a comer al restaurante. No todo India. Okay, okay. Poquito norte India. Ahora y es. വാവ്. എന്നെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു ചേരിയിലോട്ടാണല്ലോ കൊണ്ടുവന്നത്. ആരെങ്കിലും എന്നെ കട്ടോണ്ട് പോകുമെന്തോ, കാരണം ഓൾറെഡി എൻ്റെ ക്യാമറ പോയി. അവിടെ ഒരു ചേച്ചി ഇപ്പുണ്ട് മുകളിൽ. വാവ്, നമ്മള് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ചേരി വളരെ മോശമാണ് കേട്ടോ. ആളുകൾ ജീവിക്കുന്ന ഇതുപോലുള്ള കണ്ടീഷനിലാണ് കേട്ടോ. പട്ടി, പൂച്ച. ഇവിടുത്തെ അവസ്ഥ നോക്കിക്കേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അയ്യോ, വെറും മോശം കേട്ടോ. ആളുകളെല്ലാം എനിക്കൊന്ന് അപ്പിയിടുന്നത് മുകളിൽ നിന്ന് താഴോട്ട് അപ്പിയിടും. ഇതെല്ലാം ഇങ്ങനെ കിടക്കും. ഒന്നാമത് ഇവിടെ കൊതുവുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര പാടായിരിക്കും ഈ കൊതുവത്ത് ജീവിക്കാനും. ഇവിടെ ഒരു പട്ടികളുടെ വീടാണല്ലോ. പട്ടി, പൂച്ച, കാസ. പട്ടികളുടെയും പൂച്ചകളുടെയും വീടാണ്. തോതോ പെറോ. ഇവിടേക്ക് ആളുകൾ ഇരിക്കുന്നവരില്ലേ, അവർ റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം. എൻ്റെ ലൂസേ വീഴരുതേ. ലൂസ് കെയർഫുൾ. ലൂസ് വീണ ഞാൻ എടുത്തോണ്ട് പോകേണ്ടി വരും. എൻ്റെ ഈ കാണുന്ന വെള്ളത്തിൽ പയ്യന്മാർ കുളിക്കുന്നുണ്ട് അവിടെ ഇന്ന്. Muy interesante. Sí, es muy diferente a todo. ഭയങ്കര ഡിഫറെൻ്റ് എന്നാ കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ഉപരിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമുള്ളത്. ഇതെന്താ ഒക്ടാവോസ്. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, അവർ വിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് കോഫി കുടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്ഥലത്ത് നിന്നിട്ട് ഇത് ഫ്ലഡായി കിടക്കുന്നതെന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഇവിടേക്ക് ആളുകൾ. Hola, hola. Buenas tardes. No gringo. Soy de India. Es de India. No gringo. No es No gringo. Gringo no. Soy de India. Es de India. ഗ്രീങ്കോ എന്ന് വിളിക്കുന്നത് അമേരിക്കക്കാരെയാണ് കേട്ടോ. നോക്കിക്കേ. തൂ നോ നോ. അവിടെ വള്ളത്തിലൊക്കെ അവര് പോകുന്നുണ്ട്. നോ 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 അമീഗോ അമീഗ. എന്റെ സ്പൗസ് ആണോ നോക്കിയാണ് കേട്ടോ. അമീഗ ബൊളീവിയ. ബൊളീവിയാനാ. അവിടെ കുട്ടികൾ ബോട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബോട്ടിലാണ് ഇവരുടെ സഞ്ചാരം. നമ്മുടെ കാശ്മീരിലെ ദാൽ ലേക്കൊക്കെ പോലെയാണ്, പക്ഷെ ഇവിടെ കുറച്ച് വൃത്തി കുറവുണ്ടെന്നേ ഉള്ളൂ. ഇവന് ഡെയിലി ചാടി ചാടി ചൊറിയൊന്നും വരുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ ചൊറിഞ്ഞ് വാരിയേനാ. Tienen una cancha allá. ¿Qué pasó? ¿Qué pasó? ¿Qué pasó? ¿Bien? Sí, todo bien. ¿Tú casa este? No, yo vivo más adelante. Este. Gracias. Oh, Viviana, bombita. Hijo y sol. അവര് നോക്കിക്കേ കളിക്കുന്നത്. അല്ല ചാടടാ. വാവ്. ചിക്കോ ആഴയില്ല കേട്ടോ. അവൻ മുങ്ങിപ്പോയ കേട്ടോ. വലിയ ആഴയില്ല. വാമോസ് 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 റാപ്പിദോ റാപ്പിദോ. ഓടിവാ ഓടിവാ ഓടിവാ. വാമോസ് വാമോസ്. ഇതിലൂടെയൊക്കെ വലിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇമാർക്ക് രോഗമൊന്നും പിടിക്കില്ല. ഇമാര് ഓൾറെഡി ഇതുമായിട്ട് യൂസ്ഡ് ആയി. ഇനി നമ്മൾ ഇരുട്ടായോണ്ട് തിരിച്ചു പോവാം. ഓക്കെ, ഗ്രാസിയാസ്. അഡിയോസ്, നോസ് വേമോസ്, മുച്ചോ ഗ്രാസിയാസ്. എന്നെ പോലെയാണ് കേട്ടോ, എല്ലാവരും മരം കയറികളാ.
മരം കയറി. യെസ്, ഓക്കെ. Jump. Vamos. 1, 2, 3. ഓക്കെ, വാമോസ്. അവനും കയറി പറഞ്ഞു വന്നേ. വാമോസ്. പെട്ടെന്ന് വാ. അവർക്ക് എല്ലാവരും എൻ്റെ ക്യാമറയുടെ മുന്നിൽ ചാറണമെന്ന് വെയിറ്റ് ചെയ്യട്ടെ. എല്ലാവരും കയറട്ടെ. ഉനോ മൊമെന്റോ. ഓക്കെ. നോ. 2, 3. എനിക്ക് എന്ത് ചാടി. അഡിയോസ്. വാമോസ് കാസ. അടുത്തവൻ ചാടാൻ വേണ്ടി വന്നതാണാ. ഞാൻ പോട്ടറാക്കൂട്ടാ. ഇതാ എന്ത് അവസ്ഥയല്ലേ ഇത്. ഇവിടത്തെ പൊളിറ്റിക്കൽ പാർട്ടിക്കാരാണ് കേട്ടോ. ഇവർക്കൊന്ന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തൂടെ. നൈജീരിയയിലും ഇതുപോലത്തെ ഉള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ വഴി സി അവളുടെ ഫോട്ടോ എടുത്തു കൊടുക്കാനാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ പകലാണെങ്കിൽ നല്ല രസമായിരുന്നു. ഇതിനൊക്കെ ഇങ്ങനെ നടന്ന് സ്ട്രെയിറ്റ് പോവാം കേട്ടോ. നമ്മളിനി തിരിച്ചു പോവാണ്. നമ്മുടെ ചേച്ചി നമ്മളടുത്ത് പറഞ്ഞു കൊള്ളക്കാരന്മാരുണ്ട്, സൂക്ഷിക്കണം, നിങ്ങളെ സാധനങ്ങൾ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഗ്രാമത്തിലല്ല, ഇവിടെ എല്ലാം ക്ലീനാണ് കേട്ടോ. ഇവർ ചെറിയ പരിചിതരായതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. എൻ്റെ അമ്മോ, ഈ കാണുന്ന ബ്രിഡ്ജ് ആടുന്നുണ്ട്. ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ വീട്ടിൽ വന്നോട്ടെ എന്ന്. ചേച്ചി പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. നീ വന്നോടാ കുട്ടാന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ. വാവ്, ഇതാണ് കേട്ടോ. അവരുടെ വീട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് കേട്ടോ വീടാണ്. ഇവിടെ ഓരോ ആളുകളുടെ. tú Katy, mucho gusto, Katy, muchas gracias. ¿Tu hijo? Lia. ¿Tú? Alex. Bonita Alex. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇവിടെ തന്നെയാണ് അപ്പി ഇടുന്നതെല്ലാം. ഇവർ താഴെയാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി കേട്ടോ. ഭയങ്കര നല്ല ആളുകൾ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, വെൽക്കമിങ്. Ciao mi amigos. Ciao. Nos vemos. പട്ടികളെല്ലാവരും കൂടെ നമ്മളെ ഓട്ടിച്ച് കടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവന്മാരെ രക്ഷിച്ചു. ഇവരെന്ത് കാണിക്കുന്ന അക്കിക്കേ? ഇവരെവിടെ പോണത്? ഇവിടെ ഈവനിങ് ആയപ്പോ ഫുള്ള് പാട്ട്. ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകൾ. ഇവർ ഇതുപോലെ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ. എല്ലാ ഡ്രിങ്കും ഇട്ട് ഒരു സ്ട്രോയും ഇട്ട് തരും. ഇവിടെ എവിടെ നോക്കിയാലും സ്ത്രീകൾക്കുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. എവിടെ നോക്കിയാലും ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ തുണി ഇടുള്ളൂ എന്നാണ് എൻ്റെ ഡൗട്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് സ്ത്രീകൾക്കുള്ള ഡ്രസ്സ് കേട്ടോ. പയ്യന്മാർക്കുള്ള ഒരു ഡ്രസ്സും ഇല്ല. കണ്ടില്ലേ, ഈ കാണുന്നത് സ്ത്രീകൾക്കുള്ള ഡ്രസ്സ്. നെക്സ്റ്റ് കാണുന്ന ഷോപ്പ് പെണ്ണുങ്ങൾക്കുള്ളത്, സ്ത്രീകൾക്കുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ കല്യാണ ഡ്രസ്സാണോ. ഇവിടെ എന്തോ പരിപാടി അടക്കമാണല്ലോ. ഭക്ഷണം. ഇവിടെ സ്ട്രീറ്റ് ഷോപ്പ്, ഭക്ഷണങ്ങൾ. ഇവിടെ എന്തോ പരിപാടിയാണ് കേട്ടോ. വലിയ എന്തോ പരിപാടിയാ. എന്തോ ഫെസ്റ്റ് എന്തോ ആണ്. പല ആളുകളും ഇവിടുത്തെ പ്ലാസയിൽ വന്നിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് പുല്ലിലിരിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ആളുകളാണല്ലോ. ഈ കാണുന്നത് ഏതോ വിദേശിയാണ് കേട്ടോ. പുറത്തുനിന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കറങ്ങാനായിട്ട്.
ജനലക്ഷം പേരാണ്. El grupo Díaz, así que amigos, amigas, Vitel, estas pantallas gigantes qué hermosas se ven. Jorge Antonio me indican que todo esté en orden para presentar la música. A ver si alguien me puede regalar un fondito musical y Víctor. Ya está. ബ്രോ, ഇവ നമ്മളെ വീട്ടിലുള്ള മരണ വീട്ടിലുള്ള പയ്യനാണ് കേട്ടോ. അവന്റെ കൂട്ടുകാരന്മാരെ കണ്ടു. ബസാർത്തെ ഓക്കെ. Adiós. Adiós, bro. ഇവിടെ വലിയ പരിപാടി നടക്കുവാണ്. ഇവിടെ ചരുവത്തില് ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് സാധനം വെക്കുന്ന കണ്ടില്ലേ. ഇവിടെ മുഴുവൻ ഐസ്ക്രീമുകാര്. ഈ കാണുന്നത് ഗെയിംസ് ആണ്. നമ്മൾ ഇതിൽ എന്തോ എറിഞ്ഞിട്ടിടുന്ന ഗെയിംസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ബിയർ ബോട്ടിൽ പുള്ളിക്കാരെ എന്തോ ചെയ്യിപ്പിക്കുന്നതാണ്. ബിയർ ബോട്ടിൽ നിർത്തിപ്പിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരി ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ ബിയർ ബോട്ടിൽ നിർത്തിപ്പിക്കണം, നിർത്തിപ്പിച്ചാൽ പൈസ കിട്ടും. വാവ്, യെസ്, വാവ്. കള്ളനാണ് കേട്ടോ, പുള്ളിക്കാരന്റെ ടീമാണ് ആ പെൺകുട്ടിയും. ആ പെൺകുട്ടി വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് വെച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ആളുകൾ വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആണെന്ന്, അതുകൊണ്ട് ആളുകൾ വന്ന് ചെയ്യും. ബട്ട് അത് ഭയങ്കര പാടാണ് കേട്ടോ. ആ പെൺകുട്ടി ഇവരുടെ ടീമിലുള്ളതാ. ുള്ള ഗെയിം സെക്ഷനൊക്കെയാണ് ഈ കാണുന്ന ഭാഗത്ത്. ഇവിടെ എവിടെ നോക്കിയാലും മനുഷ്യന്മാരേ ഉള്ളൂ. മനുഷ്യര് 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 ഇവിടെ. Entra ahorita. Ella entra ahorita, mira. La llama, Damas y caballeros, presentamos a la venezolana. Ingresa así. ¿Dónde está? No sé. Amiga, ¿qué quieres acá? ¿Ah? Pero he escuchado que le están llamando a la venezolana y yo soy la venezolana, ¡chamo! Hoy, ella es la venezolana, Cholo. Ay, ¡mamá huevo! No. Ella es. Hoy, ¿sabes quién es ella? ¿Has visto un dibujito tú alguna? Ay, Ella, la ella. Gloria de Madagascar. La Gloria. No me digas hipopótamo porque tú pareces a la jirafa Melma. A la jirafa Melma, ya, muy bien. അവിടുത്തെ ശബ്ദ മലിനീകരണം കൊണ്ട് അവിടുത്തെ ശബ്ദ മലിനീകരണം കൊണ്ട് നമ്മൾ വേറൊരു പള്ളിയുടെ ഫ്രണ്ടിലുള്ള പാർക്കിലോട്ട് വന്നതാണ്. ഇവിടുത്തെ ഒരു കത്തോലിക് പള്ളിയാണ്. ഇവിടെയുള്ള വേറൊരു പാർക്കിലോട്ട് നമ്മൾ വന്നതാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള പ്ലാസകളുണ്ട്. പള്ളിയിലകത്ത് പ്രാർത്ഥന നടക്കുവാണല്ലോ. നമ്മുടെ ചർച്ചിലെ മ്യൂസിക്കാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ തിരിച്ച് നമ്മുടെ പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഹിൽട്ടൻ്റെ ഒരു ഹോട്ടലാണ്. ഇവിടെ ഇവിടെ പ്ലാസ നടക്കാനും നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ല രസമായിട്ടുള്ള ഗാർഡൻ. Did you like the place We went. See. yeah. Repita. Did you like the place we went? Sí. Mucho. Inglés con mi amigo de India. എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും അധികം അറിഞ്ഞുകൂടാ. അവൾക്ക് ഇത് വായിക്കാൻ പോലും അധികം അറിഞ്ഞുകൂടാ. ബിയൻ സ്ലോലി. ഞാനങ്ങനെ നമ്മുടെ ലൂസിനെ ഇവിടെ പറഞ്ഞു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ പോലീസുകാർ, അപ്പുറത്ത് പോലീസുണ്ട്, ഇവിടെ പോലീസ്, എല്ലായിടത്തും ഈ പാർക്കിന് ചുറ്റും പോലീസാണ്. പോലീസ് ഇല്ലാതെ ഈ സ്ഥലം സുരക്ഷിതമല്ലെന്നാണ് കേട്ടോ അർത്ഥം. ഇതുപോലുള്ള പാർക്കുകളുള്ള എല്ലായിടത്തും പോലീസുകാർ ധാരാളം ഇങ്ങനെ സുരക്ഷയ്ക്ക് വേണ്ടിയുണ്ട്. അവിടെ എല്ലാം സുരക്ഷിതമാണ്. അല്ലാത്ത സ്ഥലങ്ങളെല്ലാം എനിക്കൊന്നും സുരക്ഷിതമല്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരാളുടെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു. ആരാണെന്നൊക്കെ പറയാം. ഇദിയോമ ബ്ല ഇന്ത്യ. ഇവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല നൈറ്റ് ലൈഫ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. ഇത് നമ്മുടെ ബീച്ച് ഏരിയ ആണ്. ഇവിടെ എല്ലായിടത്തും നല്ല മനോഹരമാക്കി. കണ്ടില്ല ഇവിടെ എത്ര പോലീസുകാർ നിൽക്കുന്നത് നോക്കി. ഈ കാണുന്ന എല്ലാം പോലീസാ, സുരക്ഷയ്ക്ക് വേണ്ടത്. അവിടെ നിന്ന് നടന്നു വരുന്ന ഒരു പോലീസ്, മുക്കിന് മൂലയിൽ പോലീസാ. ഇവിടെ ഈ കുട്ടി കണ്ടില്ലേ, പോലീസല്ല കള്ളന്മാരെ എടുത്തോണ്ട് പോകുന്ന പറഞ്ഞ് വീലിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൂട്ടുന്നത്. എല്ലാ വണ്ടിയില്ല, മിക്ക വണ്ടികളിലും ഇതുപോലത്തെ സാധനമുണ്ട് കണ്ടില്ലേ, കൂട്ടാൻ.
കള്ളന്മാർ ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടെ അവിടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ മിസ് വേൾഡ് അല്ല, ഇവിടുത്തെ മിസ് ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ എന്തോ ഷൂട്ടിംഗ് എന്തോ ഇവിടെ നടക്കുവാണ്. സുന്ദരിമാരായിട്ടുള്ള ചേച്ചിമാര് ഈ കാണുന്നതാണ് കേട്ടോ. അമിക tu nombre? Samantha uno pelicular chica India, uno pelicular famous, mucho famosa chica, nombre Samantha. Sí. De la tema de la nariz. Eso, you know? Repito. Tiruvananthapuram. Yeah. Bien. Nice. Tiruvananthapuram. Bien. Okay. So próxima vamos Kerala. Tiruvananthapuram. Yes. Okay. ഞാനങ്ങനെ വീട്ടിൽ വന്നു. എല്ലാവരുടെ മുന്നിൽ ഇവിടെ ഇരുന്ന് വട്ടമേശ സമ്മേളനമായിട്ട് 11:30 മണിയായി കേട്ടോ. ഓല എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം എൻ്റെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. തൂ ഊനോ ചിക്കോ ദോന്തേ ഊനോ ചിക്കോ നോ ഊനോ ചിക്കോ മീര Plaza Vendi otro. Uno chica. Otro chica. Mismo años. Tú mismo años. അങ്ങനെ നമ്മുടെ അമിഗോ നമ്മളെ വേറൊരു വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഗ്രാസിയാസ് ബ്രോ ആയിട്ട് വേറെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പൂച്ചയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഇവിടെയാണ് ഞാൻ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസം കേട്ടോ, എനിക്ക് വയ്യ, ടയേർഡായി. അയ്യോ. ഇപ്പം എന്തായാലും ബോയ്നസ് നോച്ചസ്.